പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം നിറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ എഫെസസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. തിരുസഭയിലുള്ള ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമാണ്: ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, വേണ്ട നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കിയാൽ, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് നോക്കിയാൽ, ശുശ്രൂഷാ മേഖലകളിലേക്ക് നോക്കിയാൽ, സമൂഹത്തിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ, ഏത് മേഖലകളിലേക്കും കടന്നു ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും തിന്മകൾ ശരിക്കും നിന്ന് വിളയാടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. തിന്മ വിളഞ്ഞു നിൽക്കുകയാണ്, വിളഞ്ഞു നിൽക്കുന്ന തിന്മ. അതായത് പരസ്പരം അംഗീകരിക്കാത്ത, സ്നേഹിക്കാത്ത, മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയിൽ നിന്നുകൊണ്ടുപോലും ദൈവിക ശുശ്രൂഷയാണെന്ന് പറഞ്ഞ് ശുശ്രൂഷ ചെയ്യുന്ന അനേകം വ്യക്തികളുണ്ട്. തിരുസഭയെ, സഭയ്ക്കെതിരെ, സഭാപിതാക്കന്മാർക്കെതിരെ, പരിശുദ്ധ അമ്മയ്ക്കെതിരെ വ്യർത്ഥഭാഷണങ്ങൾ പറഞ്ഞ് ഇവരെയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച് സമയം കളയുന്ന അനേകം വ്യക്തികളുണ്ട്. മറിയേ എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിനകത്തൂടെ എല്ലാം തർക്ക വിഷയമാക്കിക്കൊണ്ട് നടക്കുന്ന അനേകം വ്യക്തികളുണ്ട്. അവർ കർത്താവിൻ്റെ വചനം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തേണ്ടതിന് പകരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി, മറ്റുള്ളവരുടെ കുറവുകൾ വിളിച്ചു പറഞ്ഞ് ജീവിക്കുന്ന വലിയ സമൂഹം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞത്: ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. തിരുസഭയ്ക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് അന്തിക്രിസ്തുവിൻ്റെ ആൾക്കാരാണ്. കാരണം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്ഥാപിച്ച ഏക സഭ എന്ന് പറഞ്ഞാൽ വിശുദ്ധ സഭ, ശ്ലൈകിക സഭ, സാർവത്രിക സഭ, അത് പരിശുദ്ധ കത്തോലിക്ക സഭ മാത്രമേ ഉള്ളൂ. അത് പരിശുദ്ധ സഭയാണ്, അപ്പസ്തോലിക സഭയുമാണ്. കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുന്ന അപ്പസ്തോലിക സഭയുമാണ് ഓർത്തഡോക്സ്, യാക്കോബായ സഭകൾ. അത് സഹോദര സഭകളായിട്ടാണ്. ബാക്കിയുള്ള പ്രോട്ടസ്റ്റൻ്റ്, പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം അന്തിക്രിസ്തുവിൻ്റെ ആൾക്കാർ തന്നെയാണ്, ഒരു സംശയവുമില്ല. അവർ എതിർക്രിസ്തുവാണ്. അവർ ദൈവത്തിൻ്റെ വചനത്തെ പോലും, തിരുസഭയുടെ ഉദാശകളെപ്പോലും അവരെതിർക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്: കുഞ്ഞുമക്കളെ, ഇത് അവസാന മണിക്കൂർ, അന്ത്യക്രിസ്തു വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം വ്യാജക്രിസ്തുമാർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തുപോയത്. നമുക്കുള്ളവരായിരുന്നില്ല. നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്ന് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്: കുഞ്ഞുമക്കളെ, ഇത് അവസാന മണിക്കൂർ, അന്ത്യക്രിസ്തു, വ്യാജക്രിസ്തു രംഗപ്രവേശനം ചെയ്യുമെന്ന് അവിടെ നിന്ന് ഓർമ്മിപ്പിക്കുക. എന്നിട്ട് പറയണം, അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തുപോയത്, പരിശുദ്ധ സഭയിൽ നിന്നും പുറത്തുപോയവരാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹയെ ഒറ്റുകൊടുത്തുകൊണ്ട് പരിശുദ്ധ സഭയിൽ നിന്നും പുറത്തുപോയവർ പരിശുദ്ധ സഭയിലെ രക്തസാക്ഷികളെയും പരിശുദ്ധ സഭയെയും എല്ലാം അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ സഭാമക്കളെ തിരിച്ചറിഞ്ഞുകൊള്ളുക: ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ദിനങ്ങളാണ്. സഭയ്ക്കുള്ളിൽ പോലും പണത്തിന് വേണ്ടിയിട്ട്, അനുസരണക്കേട് കാണിച്ചുകൊണ്ട്, ധനത്തിന് വേണ്ടിയിട്ടും നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഉള്ളിൽ കടന്നുപോലും അംഗം വെട്ടുന്ന വ്യക്തികളുണ്ട്. സഭാമക്കൾക്ക് ഒരെണ്ണത്തിനെ കാണാൻ പാടില്ലാത്തൊരു സാഹചര്യം, ഒരെണ്ണത്തിനെ കാണാൻ പാടില്ലാത്ത, മനസ്സുകൊണ്ട് അത്രയ്ക്കും അകന്നു മാറി നിൽക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഇന്ന് തിരുസഭയിൽ കാണുവാൻ സാധിക്കും. വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് പോലും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ
അപരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ പോലും മനസ്സില്ലാതെ കൊണ്ട് മുഖം തിരിച്ചു പോകുന്ന വ്യക്തികളുമുണ്ട്. അവരെ സ്വീകരിച്ച കർത്താവിനെയാണ്. ഇനിയിപ്പോൾ യൂദാസ് അപ്പം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യൂദാസിൻ്റെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചതുപോലെയാണ് പലരുടെയും ഉള്ളിലേക്ക് ഇത് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, വചനം പറയുകയാണ്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. തിരുസഭയിലെ മക്കൾ ചിന്തിക്കണമേ, നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന സമയം അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. കാരണം ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ച് സമൂഹത്തിൽ നിന്നും വേർതിരിച്ചപ്പെട്ടവരാണ് തിരുസഭാ മക്കൾ. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, പ്രഘോഷിക്കുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിന് വേണ്ടി മരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രീതിപാത്രങ്ങളാണ് തിരുസഭാ മക്കൾ. ആ മക്കളെ നോക്കിക്കൊണ്ട് പറയാണ്, എൻ്റെ പൊന്നു മക്കളെ, ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ നിൻ്റെ കുടുംബത്തിലും നിൻ്റെ ചുറ്റുപാടിലും നിൻ്റെ കൂട്ടായ്മയിലും നിൻ്റെ സമൂഹത്തിലും നിൻ്റെ ഇടവകയിലും നിൻ്റെ ദേശത്തും ഇന്നെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും തിന്മയുടെ ദിനങ്ങളാണ്, തിന്മയുടെ സാഹചര്യങ്ങളാണ്, തിന്മയുടെ അവസ്ഥകളാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന സമയം നീ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണമെന്ന് ദൈവമായ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവനെന്ന്. വ്യർത്ഥഭാഷണവും ചീത്തവാക്കുകളുമൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റങ്ങളും പറഞ്ഞ് മറ്റുള്ളവരെ വിധിച്ച് മുമ്പോട്ട് പോകാതെ കൊണ്ട് ദൈവമഹത്വത്തിന് വേണ്ടി ദൈവിക ശുശ്രൂഷ ചെയ്ത് ദൈവവചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുന്നവരായി, ആത്മീയ ചൈതന്യം പകരുന്നവരായി നമുക്ക് മാറ്റപ്പെടാം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ എന്നരുളി ചെയ്ത കർത്താവേ, തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാൻ, തിന്മയുടെ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.